പറയണ്ട മോളെ. രാവിലെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാ കണ്ടേ. ആ പാർക്കിലൊരു ബെഞ്ചിൽ ഒരു ബോധവും ഇല്ലാണ്ട് കിടന്നുറങ്ങുകയായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചാ വീട്ടിൽ കൊണ്ടുപോയത്. എടാ, ഒരു പെണ്ണിനെ കണ്ടെന്ന് വെച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ മാറുമോ? ഏത്? ആ സൈക്കിൾ ഇടിച്ചതോ? അവൻ കണ്ടുപിടിച്ചോ അവളെ? ആ, കണ്ടെന്നാ തോന്നണേ. ഇവൻ തലക്കുടിച്ച ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ശരിയാ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ എത്ര ഡീസന്റാ. ഓ, പെണ്ണില്ലാത്തോണ്ടല്ലേ? പോയി, ഇന്നത്തെ മൂഡ് പോയി. നിനക്ക് എന്തിന്റെ കേടാ? സാറിന് വേണേ ഈ ചഞ്ചല ഒരു ജീവിതം തരും, അല്ലേ ചഞ്ചല? ഏ, ഏ, ഞാനോ? ബ്ലഷോ? അത് നീ? ശരിയാണല്ലോ. നിങ്ങൾക്ക് വെറുതെ തോന്നിയതാ. ആണോ ചഞ്ചല? നീ തരൂ എനിക്കൊരു ജീവിതം. സാറേ, വേണ്ട. പാറ ചഞ്ചല, നീ തരുന്നോ എനിക്കൊരു ജീവിതം? അത് ചഞ്ചല, ഏയ് ചഞ്ചല, താൻ എന്താടോ അവളെ ചെയ്തേ? ഏ ഞാനൊന്നും ചെയ്തില്ല. ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവാ. കൊന്ന തെങ്ങ് പോലെ ഇരുന്ന പെണ്ണായിരുന്നു, പെട്ടെന്ന് എന്താണാവോ പറ്റി? അതന്നെ, ഇതെങ്ങാനും അച്ഛനറിഞ്ഞ എന്നെ എന്നേലും വറുത്തെടുക്കും. രണ്ടും കൂടി ഇന്നും ഭയങ്കര ചർച്ചയിലാണല്ലോ. അല്ല, നീ ഇന്നെന്താ പാർക്കിൽ പോയില്ലേ? ഇല്ല, ഈവനിങ് പോണം. ഈവനിങ് പോയിട്ടേ കാര്യമുള്ളൂ. അല്ല ദേവാ, ഇതിന് മാത്രം എന്താ അവൾക്കുള്ളേ? അത്രയ്ക്ക് സുന്ദരിയാണോ അവള്? എന്റെ കണ്ണിൽ അവള് സുന്ദരിയാണ്. അല്ലേലും ബാഹ്യ സൗന്ദര്യത്തിന് വലിയ വിലയൊന്നുമില്ല ഇക്കാലത്ത്. എനിക്കൊന്ന് കാണണമല്ലോ നിന്റെ ആ ഭൂലോക സുന്ദരിയെ. ഇവിടെ എനിക്കേ നേരാവണ്ണം കാണാൻ കിട്ടുന്നില്ല. അപ്പോഴാ നിനക്ക്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കും കാണണം. എന്നാ പിന്നെ ജിത്തുനെയും കൂടി വിളിക്കാം. ഈവനിങ് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് 4 പേർക്കും പോവാം. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ആടാ, ഓക്കെ. മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. എന്നാലും ബോധം പോവാൻ മാത്രം അങ്ങേര് നിന്നെ എന്താ ചെയ്തേ? അത് പിന്നെ സാറ് പെട്ടെന്ന് അടുത്ത് വന്നപ്പം, ഹാർട്ട് ബീറ്റ് കൂടിയപ്പം, ഞാൻ വേർത്തപ്പം, തല ചുറ്റിയപ്പം. മതി നീ അപ്പം ഉണ്ടാക്കിയത്. എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്നു. എന്നാലും അതെങ്ങനെ? ദേ 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 ആദി പോകുന്നു. ആദി, ദേ നിന്നെ മിതു വിളിക്കുന്നു. ഞാനോ? എപ്പോ? ആ, നീ വിളിച്ചു. ആദി, എന്നാ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. എന്തിനാ വിളിച്ചേ? എന്താ പറ്റിയേ? ഏയ്, ഞാൻ വിളിച്ചില്ല. അവള് വെറുതെ തമാശയ്ക്ക്. വൈകുന്നേരം പാർക്കില് പോകുന്നുണ്ട്, നീ വരുന്നോ? ഹാ, പാർക്കിലോ? അതും നമ്മള്? അയ്യോ, നമ്മള് മാത്രല്ല, ആദി സാറും ജിത്തുവും ദേവസാറും ഉണ്ട്. പിന്നെ ആ ദേവന്റെ മനസ്സിറക്കിയ പെണ്ണില്ലേ, അവളെ കാണാൻ പോവോ? വരാം. ചഞ്ചല ഇനി വരുന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ. ഓ, വെറുതെ ആശിച്ച്. അല്ലെങ്കിൽ ഇങ്ങേര് പാർക്കിൽ കൊണ്ടുപോകുന്നൊന്നും ഞാൻ വിചാരിക്കാനേ പാടില്ലായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളും നെയ്ത് കൂട്ടി. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ കണ്ണാ. എന്തിനാ വിളിച്ചേ? അതിന് നീ ഏതാ? അപ്പൊ കണ്ണാന്ന് നീട്ടി വിളിച്ചതോ? ഞാൻ ഈശ്വരനെ വിളിച്ചതാടോ. വയ്യെ പോകുന്ന വയ്യാവേലി മൊത്തം എൻ്റെ തലയിലാണല്ലോ. അല്ലെങ്കിൽ വേണ്ട ഭഗവാനെ.
നാളെ തന്നെ ആ കൃഷ്ണൻ വൈദ്യരെ ഒന്ന് കണ്ട് കബഡി നിർത്തിക്കണം. വൈദ്യരോ? ജോത്സ്യരല്ലേ കബഡി നടത്താറ്? അതെന്താടാ വൈദ്യര് കബഡി നിർത്തിയ അതിലെ ഷൂസ് സൂക്കും എല്ലാം ഇറങ്ങി ഓടുവോ? ഒറ്റൊരെണ്ണത്തിന് ബുദ്ധിയില്ല. പാർക്കിലെങ്കിൽ പാർക്കിൽ ചഞ്ചലയെ കൂടി വിളിക്കണമല്ലോ. അവളിതെവിടെ പോയി കിടക്കുക? ആ പെണ്ണ് ഇന്നെങ്ങാനും വരുവോ? വാങ്ങിക്കൊണ്ടുവന്ന 2 കപ്പലണ്ടിന്റെ പാക്കറ്റാ തീർന്നേ. എൻ്റെ ഐസ്ക്രീമും തീർന്നു. എൻ്റെ ലേസും തീർന്നു. അതെ, ഞങ്ങൾ പെണ്ണുങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്. ആ പെണ്ണ് വരുമോ ഇനി? വരൂടി, വരും. ഇപ്പൊ വരും. വന്നാ മതി. ഞാൻ പോയി വല്ല കപ്പലണ്ടിക്കാരനുണ്ടോ നോക്കട്ടെ. മിതു, അവള് വരുമ്പോ വിളിക്കേ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ കാണുമ്പോ ഇവന്റെ ഉള്ള ബോധം പോവും. ഞാനും വരുന്നു. ജിത്തു, നീ വരുന്നില്ലേ? ഞാനും വരുവാ. വാ, നമുക്ക് ഈ പാർക്കിന്റെ എല്ലാ മൂലകളും വിശദമായിട്ടൊന്ന് മുള്ളിയിട്ട് വരാം. കണ്ണി കണ്ട മൂലയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണം. പാർക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാലം കൊറേ ഷിപ്പുകൾ ഓടി നടക്കുന്നുണ്ട്. നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചതൊന്നും അല്ലല്ലോ അല്ലേ? അത് തന്നെ ഉദ്ദേശിച്ചേ. ഹൊറിബിൾ. വേണ്ട, തൽക്കാലം പിടിച്ചു നിൽക്കാം. മുള്ളാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ മുള്ളാൻ പറ്റിയെന്ന് വരൂല. ഇവിടെയും ഒരു കപ്പലണ്ടി പോയിട്ട് ഒരു മാങ്ങാണ്ടി വരെ ഇല്ല. അത് പറഞ്ഞപ്പോഴാ, എടാ ചിത്തു, നിനക്കറിയോ ഇവിടെ ഒരാൾക്ക് പ്രേമം തലക്ക് കയറിയിട്ട് പറയാൻ തന്നെ പേടിയാ. അതാർക്ക്? ഈ നിൽക്കുന്ന നല്ലവനായ ഉണ്ണിക്ക്. നിനക്ക് ധൈര്യം ഉണ്ടോടെ ഇഷ്ടം തുറന്നു പറയാൻ? ഒരിക്കൽ പറഞ്ഞതിന് ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ട. അത് മാറട്ടെ, എന്നിട്ട് നോക്കണം. അത് വളരെ നല്ല ഒരിതാണ്. അതെ, നിങ്ങൾ വല്ല സൗണ്ടും കേൾക്കുന്നുണ്ടോടാ? എന്താടാ അവിടെ തന്നെ നിക്കുന്നേ? ആദി, ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. ഞാൻ പോയിട്ട് വല്ല മൃഗഡോക്ടറെയും കൂട്ടിയിട്ട് വരാം. ഇവന്മാർക്ക് ഇതെന്താ പറ്റിയേ? പട്ടി കൊരക്കുന്ന പട്ടി കടിക്കൂലെന്നാ? പേടിക്കണ്ട. അമ്മച്ചി രക്ഷിക്കണേ. പോടാ, പോയിട്ട് അടുത്ത തിങ്കളാഴ്ച വാടാ പട്ടി. അയ്യോ രക്ഷിക്കണേ അമ്മേ അച്ഛ. അല്ല, അപ്പോ മറ്റവനെവിടെ? നിങ്ങൾ മൂന്നുമല്ലേ ഒരുമിച്ച് പോയേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആദ്യം ഞാൻ ഡിവോഴ്സ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തു. വിചാരണ ഓടിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മച്ചിയെ രക്ഷിക്കണേ. ആദ്യല്ലേ ഇത്? അതാണ് ഞാനും പറഞ്ഞത്, ഓട്ടത്തിലാണ്. ചന്തു, ജിത്തു, നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇവരുടെ കൂടെ. നീ വീട്ടിൽ പോവാണല്ലേ? പിന്നെ ഇവരെയൊന്നും നിനക്കറിയില്ലല്ലോ. വാ, പരിചയപ്പെടുത്താം. ഇത് ആദി.
ഇത് മിതു, ഇത് ചഞ്ചല. എന്നാ മോൻ പട്ടിയെന്നെ വിടുന്നില്ലേ? ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? എനിക്ക് കാല് വേദന എടുക്കുന്നു എന്റെ പട്ടി കുഞ്ഞി. പിന്നെന്തേ, അതാ ആദി സാറ്. പിന്നെ ഇത് എൻ്റെ ബോസ് ദേവ സാറ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, അപ്പൊ ഇയാളാണല്ലേ അയാള്. ആ, വൈതവേ. ഹായ് ഗൈസ്, ഞാൻ ചന്ദന. ചന്തുന്ന് വിളിക്കും. ജിത്തുവിന്റെ ചേച്ചിയാ. ചേച്ചി